ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മരണത്തിൽ മലപ്പുറം ഒതുക്കങ്ങലിൽ പ്രതിഷേധം. ഓട്ടോ ഡ്രൈവർമാർ ബസ്സുകൾ തടഞ്ഞു. ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫ് മരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധമൊക്കെ നടക്കുന്നത്. സ്ഥലത്തേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഒരു ഓട്ടോ ഡ്രൈവറാ ഒരു ബസ് ഡ്രൈവർമാർ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് അവർ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതിന് പിന്നെ ഞങ്ങളിവിടെ ബസ് തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് അതൊക്കെ നീതിയാണോ? വളരെ കൃത്യമായിട്ട് ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഈ ഒതുക്കങ്ങളിലുള്ള ഓരോ ഓട്ടോ തൊഴിലാളികളും ആ കുടുംബത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 3 ടയറാണുള്ളത്. ആ 3 ചക്രത്തിനുള്ള ടാക്സ് ഞങ്ങളും അടക്കുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ആരെങ്കിലും കൈ കാണിക്കാനുള്ള നിയമം ഞങ്ങൾക്ക് വകുപ്പും ഞങ്ങൾക്കുണ്ട്. കൈ കാണിച്ചാൽ നിർത്തി കൊടുക്കാനുള്ള സാധാരണക്കാരൻ്റെ വണ്ടിയാ ഓട്ടോ ഡ്രൈവർ. അതും ബസ് സ്റ്റോപ്പിൽ നിന്ന് പോലുമല്ല, കൈ കാണിച്ച് നിർത്തി ആളെ കയറ്റിന് വയലിട്ട് തല്ലിക്കൊല്ല. ഇതെന്താണിത്? ഇത് തിരൂര് മഞ്ചേരി ബസ് ഇവിടെ അതിവേഗതയിൽ പോയിന്ന് അതൊന്ന് സ്ലോ ആവണം. പിന്നെ ഈ ഓട്ടോറിക്ഷക്കാരോടുള്ള നിയമനം അത് എടുത്തു മാറ്റും വേണം. നമ്മൾ ഒരാളെ 2 ആളെ വഴിയിൽ നിന്ന് കയറ്റുണ്ടെങ്കിലും അത് ചിലപ്പോൾ നമ്മളെ പരിചയക്കാരാവും. ഇത് ആരാ എന്താന്ന് ചോദിക്കാനേ അവർക്ക് അത്ര ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാളെ കയ്യേറ്റം ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. ഈ തുടരുത്, അതുണ്ടാവുള്ളൂ. ഈ അന്വേഷണം കാര്യക്ഷമമായിട്ട് പോകുന്നുണ്ടോ? ഞങ്ങൾക്കൊരു ഉറപ്പില്ല. സാധാരണ പതിവ് ഒരു കംപ്ലൈന്റ് ചെയ്യാം. അത് അവർക്ക് കൊല്ലല്ല വേണ്ടത്. കംപ്ലൈന്റ് ചെയ്താലും അവർക്ക് ഒരാൾ അടിച്ചു കൊല്ലണ ആവശ്യമില്ലല്ലോ. അറിഞ്ഞിടത്തോളം വളരെ സങ്കടപ്പെടുത്തുന്ന വിവരമാണ്. ആ ബസ്സിൽ കയറേണ്ടിയിരുന്ന യാത്രക്കാരെ ഓട്ടോയിൽ കയറ്റി എന്ന് പറഞ്ഞാണ് ഈ മർദ്ദനം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫ് മരിച്ചത്.